വെളിപാട് പുസ്തകം 21:9 ആ നഗരത്തെ കുറിച്ച് പറയുന്നു. ഹോളി സിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെളിപാട് പുസ്തകം 21:9 തിരുവചനം. ഇങ്ങനെയുള്ളവരൊന്നും ആ നഗരത്തിൽ കിടക്കിയാലെന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ നേരത്തെ വായിച്ചത് അല്ലെ, 15-ാം വാക്യം വായിച്ചത്. ഇങ്ങനെയുള്ള ഒരുത്തരും നഗരത്തിൽ കിടക്കിയാൽ ആ ഹോളി സിറ്റി എന്നാണ് വെളിപാട് 21:9. അന്ത്യപാത 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 കുഞ്ഞന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അന്ത്യപാത 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. 21:10. അവൻ എന്നെ വിവശതയിൽ അവൻ എന്നെ യോഹന്നാനെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻ മലയിലേക്ക് കൊണ്ടുപോയി. ഹലോ, യോഹന്നാനെ മാത്രമല്ല നിങ്ങളെയും കൊണ്ടുപോകും കേട്ടോ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ആത്മവിവശതയിൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. ഫോക്കസ് കറക്റ്റ് ദൈവത്തിന്റെ ആത്മാവിലായിരിക്കട്ടെ. ആത്മവിവശതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാത്മവിവശതയൊക്കെ ഉണ്ടാകണം. ഉണ്ട് വേറെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണം കൊണ്ടൊരു വിശ്വതയൊക്കെ ഉണ്ട്. കലരി പറഞ്ഞ് അതാണോ? അല്ല, തീഷ്ണത കൊണ്ട്, ജ്വലനം കൊണ്ട്, ആത്മനിറവ് കൊണ്ട് എന്തുണ്ടാകണം? ഒരാത്മവിവശത. എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? ഉയർന്ന ഒരു വൻമലയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്താ കാണിച്ചു കൊടുത്തേ? യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന്. യെരൂശലേം എന്ന വിശുദ്ധ നഗരം. യെരൂശലേം എന്ന വിശുദ്ധ നഗരം എവിടുന്നാ? സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. യോഹന്നാൻ കാണുന്ന വിശുദ്ധ നഗരം യെരൂശലേം എന്ന വിശുദ്ധ നഗരം. ഇസ്രായേലിൽ ഇന്ന് കാണുന്ന യെരൂശലേം പള്ളിയൊന്നും അല്ല കേട്ടോ. മുസ്ലിം പള്ളിയോ പഴയ പള്ളിയൊന്നും അല്ല. ഇത് എവിടുന്നാ വരുന്നത്? സ്വർഗത്തിൽ നിന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. ഈ വിശുദ്ധ നഗരം, ഹോളി സിറ്റി, സ്വർഗത്തിൽ നിന്ന്. ഹലോ, ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ. എങ്ങനെയാ ഇറങ്ങുന്നത്? ആ ഹോളി സിറ്റി മുഴുവൻ ദൈവ തേജസ്സാണ്. അത് ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആത്മവിവശതയിൽ ഉയരങ്ങളിലേക്ക് യോഹന്നാനെ എടുത്തുകൊണ്ടുപോയിട്ട് ആത്മാവ് കാണിച്ചു കൊടുക്കുകയാണ്. Praise the Lord. Hallelujah. And showed me that great city, the holy Jerusalem, descending out of heaven from God. Hallelujah. തേജസ്സുള്ളതാണ്. വെളിപാട് 21:11. അതിന്റെ തേജസ് എങ്ങനെയാണ്? അതിന്റെ ജ്യോതിസ് യോഹന്നാൻ കണ്ടപ്പോൾ ഏറ്റവും വിലയേറിയ മോസ്റ്റ് പ്രീഷ്യസ് രത്നം പോലെ, the glory of God. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ മോസ്റ്റ് പ്രീഷ്യസ്, രക്തത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള ക്ലിയർ ആസ് ക്രിസ്റ്റൽ. പറഞ്ഞേ. യോഹന്നാൻ അത്രയൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം പുള്ളി അതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. പുള്ളി കണ്ടത്, പുള്ളിക്ക് ഇവിടെ ഈ ഭൂമി വെച്ച് കണ്ടതുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് എഴുതിയിരിക്കുകയാണ്. ഇതിന്റെ മഹത്വം, ഇതിന്റെ ജ്യോതിസ് രക്തത്തിന് തുല്യമാണ്, ക്രിസ്റ്റല് പോലെയാണ്, സ്വച്ഛ സ്ഫടികം പോലെയാണ്, സൂര്യകാന്തം പോലെയായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു പറഞ്ഞില്ലേ, ഞാൻ സ്വർഗത്തിലേക്ക് പോവാണ്, നിങ്ങൾക്ക് എന്തൊരുക്കാൻ? ഒരു ഹോളി സിറ്റി ഒരുക്കാൻ, ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു. ആ ഭവനം ഇറങ്ങി വരികയാണ്.
നിങ്ങൾ പലരും സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമോ, എന്നീശോയെ സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമോ എന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോ സ്വർഗം പറയുകയാണോ? ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരിക. എങ്ങോട്ടാ? താഴോട്ടേക്ക് വരികയാണ് സ്വർഗം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് ഏത് സമയത്ത് സംഭവിക്കുന്നതാണ്? കർത്താവിന്റെ വരവിങ്കൽ വാനമേഘത്തിലേക്ക് നാം എടുക്കപ്പെടും. വാനമേഘത്തിൽ നമ്മുടെ സ്വർഗത്തിൽ പിതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. 7 വർഷത്തെ ഇവിടുത്തെ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് ശേഷം നാം ഭൂമിയിലേക്ക് വരും. ഹല്ലേലൂയ. Praise the Lord. ഇതിനെല്ലാം ശേഷം ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഭവനം. Praise the Lord. സ്വർഗത്തിൽ നിന്ന് തേജസ്സോടെ സൂര്യകാന്തം പോലെ, രത്നങ്ങളുടെ പ്രകാശം പോലെ, സ്വച്ഛ സ്ഫടികം പോലെയുള്ള ഒരു നഗരം, ഒരു ഹോളി സിറ്റി ഇറങ്ങി വരികയാണ്. അതിന്റെ പേര് ന്യൂ ജെറുസലേം. ഇത് പഴയ ജെറുസലേമിന്റെ കാര്യമല്ല, ഇത് സ്വർഗത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട, ഹല്ലേലൂയ, വിശ്വസിക്കുന്ന നഗരത്തിൽ കടക്കുവാൻ തങ്ങളുടെ അങ്കികളെ കഴുകി വെടിപ്പാക്കിയവർക്കുള്ളവർക്ക് വേണ്ടി മാത്രമായി സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന, പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന, ആത്മാവിൽ ഞാൻ പറയട്ടെ, it is finished. അത് പൂർത്തിയായി കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളുടെ ഇവിടെ എത്രത്തോളം ക്ലീൻ ആകുന്നോ അതനുസരിച്ച് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇടം നിങ്ങൾ എത്രത്തോളം കഴുകുന്നോ അതനുസരിച്ച്, എത്രത്തോളം ബോഷ്കിനെ വിടുന്നോ അതനുസരിച്ച്, എത്രത്തോളം ആരാധനകൾ വിടുന്നോ അത്രത്തോളം, എത്രത്തോളം വചനത്തിനോട് കീഴ്പ്പെടുന്നോ അതനുസരിച്ച് യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. വെളിപാട് 21:11 അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രക്തത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭവനമാണോ വലുത്, ഭവനത്തിൽ വസിക്കുന്നവരാണോ വലുത്? അങ്ങനെയാണെങ്കിൽ ഈ ഭവനത്തിന്റെ ജ്യോതിസ് ഇങ്ങനെയാണ്. ഭവനത്തിൽ വസിക്കുന്ന നിങ്ങളുടെ മഹത്വം എത്ര വലുതായി, നിങ്ങളിലുള്ള പ്രകാശം എത്ര വലുതായി. അത് നിങ്ങളെ കാണുമ്പോൾ സൂര്യൻ ലജ്ജിക്കും. സൂര്യൻ അവിടെ ഉണ്ടാവുകയില്ല, ചന്ദ്രൻ ലജ്ജിക്കും. കാരണം അതിനേക്കാൾ തേജസ്സുള്ളവരാണ് ഈ നഗരത്തിൽ പ്രവേശിക്കുന്നത്. അതോടെ നഗരത്തെക്കാൾ വലിയ നഗരമായി നീയും ഞാനും മാറുകയാണ്. ഒന്ന് മൂന്നി പറഞ്ഞില്ല, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. വെളിപാട് 21 അധ്യായം 1-2 തിരുവചനം. വെളിപാട് 21:1-2 തിരുവചനം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഞാൻ പുതിയ ഒരാകാശം കണ്ടു, ഞാൻ പുതിയ ഒരു ഭൂമി കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. സമുദ്രവും ഇനിയില്ല. അവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ and I saw a new heaven and a new earth. പുതിയ ആകാശമല്ല, a new heaven. കല്ലിൽ പറഞ്ഞേ, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ന്യൂ ഹെവൻ. എന്ന ഇറങ്ങിയ ഭൂമിയോ പഴയതല്ല. ഹല്ലേലൂയ. നിങ്ങളതൊന്ന് കണ്ടേ, പുതിയ സ്വർഗം ഇറങ്ങി വരികയാണ്. ന്യൂ ഹെവൻ ഇറങ്ങി വരുന്നത് പഴയതിലേക്കല്ല. ഈ പുതിയ സ്വർഗം പുതിയ സ്ഥലത്താണ് ഇറങ്ങുന്നത്. അത് ഇറങ്ങുന്ന ഇടമെല്ലാം രൂപാന്തരീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു.
completely washed, കഴുകി വൃത്തിയാക്കപ്പെട്ടു അഗ്നിയാൽ. ഹല്ലേലൂയ. അത് ശുദ്ധീകരിക്കപ്പെട്ടു. ശാപം നീങ്ങി ദൈവ ചൈതന്യത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു പുതിയ ഭൂമിയെ യോഹന്നാൻ കണ്ടു. യോഹന്നാൻ പറയാ, ന്യൂ ഹെവൻ. എവിടെ? പുതിയ ഭൂമിയിൽ. പഴയത് ഒഴിഞ്ഞുപോയി. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, സമുദ്രം ഇനിയില്ല. എന്തില്ല? ഇവൻ കാണുന്ന പുതിയ ഭൂമിയിൽ എന്തില്ല? ഹലോ, നിങ്ങൾ കാണുന്ന പുതിയ ഭൂമിയിൽ, ആത്മാവിൽ കാണുന്ന പുതിയ ഭൂമിയിൽ, സ്വർഗം ഹെവൻ ഇറങ്ങി വരുന്ന പുതിയ ഭൂമിയിൽ, തേജസ്സോടെ ആ മന്ദിരം ഇറങ്ങി വരുന്നിടത്ത് സമുദ്രമില്ല. And there was no more sea. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? പഴയ മനുഷ്യരവിടെയില്ല, ജനിക മനുഷ്യരവിടെയില്ല, ലൗകിക മനുഷ്യരവിടെയില്ല. കാരണം വെളിപാട് പുസ്തകം 17:15 കടലെന്താണെന്ന് പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 17-ാം അധ്യായം 15-ാമത്തെ തിരുവചനം വായിക്കുക. വെളിപാട് 17:15. അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. വേശിയിരിക്കുന്ന കടൽപ്പരപ്പ്. PSC ബൈബിൾ വായിച്ചോ? പിന്നെ അവൻ എന്നോട് പറഞ്ഞു, വേശ്യ ഇരിക്കുന്നതായി നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ്. ജഡത്തിലായിരിക്കുന്ന ലൗകികരായ ആരും ആ പുതുഭൂമിയിൽ, ആ പുതു നഗരത്തിൽ കാണാനില്ല. അവിടെ സമുദ്രമില്ല. അവിടെ സമുദ്രമില്ല. അവിടെ ജനക്കൂട്ടമില്ല. അവിടെ ദൈവമക്കൾ മാത്രമേ ഉള്ളൂ. ആത്മീയാർത്ഥമാണ് ഞാൻ ആത്മാവിനെ കൊണ്ട് പറയുന്നത്. ഹല്ലേലൂയ. വെളിപാട് 21:2. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. ഹല്ലേലൂയ. യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. And John saw the holy city, New Jerusalem, coming down from God out of heaven, prepared as a bride adorned for her husband. Hallelujah. ദൈവസന്നിധിയിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേമാണ് പ്രപഞ്ചത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ തലസ്ഥാന നഗരം. ഹല്ലേലൂയ. പൂർവപിതാക്കന്മാരെല്ലാം കണ്ടതാണ്. അവർക്കെല്ലാം വെളിപ്പാട് ലഭിച്ചിട്ടുള്ളതാണ്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 10. ഹെബ്രായർ 11:10. ഈ നഗരമാണ് നാം പ്രവേശിക്കേണ്ട നഗരം. ഇതാണ്, ഈ ഭവനമാണ് യേശു നമുക്കായി ഒരുക്കിയിട്ടുള്ളത്. ഹല്ലേലൂയ. ഹെബ്രായർ 11:10. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ബിൽഡർ ആൻഡ് മേക്കർ ഈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കണ്ടതാരാ? പഴയ നിയമ വിശുദ്ധന്മാരാണ്. അവർക്കും വേണ്ടിയുള്ള നഗരമാണിത്. ഹല്ലേലൂയ. 11:13 വായിച്ച്. ഇവരെല്ലാവരും വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. വായിച്ച് 13. ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത്. ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത്. അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് ആ സമയത്ത് പ്രാപിച്ചിട്ടില്ല. എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുന്നു. അവർ വെളിപ്പാടിലൂടെ, ദർശനങ്ങളിലൂടെ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തത് ദൂരെ നിന്ന് ഭൂമിയിൽ നിന്നുകൊണ്ട് അവരെ കാണുകയും
അഭിവാദനം ചെയ്യുകയും ഞങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ് എന്ന് ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് അവർ വിശ്വാസത്തിൽ മരിച്ചു. ഹല്ലേലൂയ. 14-ാം വാക്യം സത്യവേദ പുസ്തകം. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഹല്ലേലൂയ. ഹലോ, നമ്മളിൽ എത്ര പേർ ഇത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്? ഈ ജ്യോതിസേറിയ ഭവനം, ഹല്ലേലൂയ, വചനത്തിൽ ആത്മാവിൽ നിങ്ങൾ കാണുക, ഹല്ലേലൂയ, അതിനേക്കാൾ പ്രകാശിതരായ നിങ്ങൾ അതിനകത്ത് നടക്കുന്നത് കാണുക. എങ്ങനെയുള്ള നിങ്ങൾ? നിങ്ങളെ തന്നെ അനുദിനം കഴുകുന്നവർ. ഹല്ലേലൂയ പറഞ്ഞു. അവരാണ് ആ നഗരത്തിൽ വാസമുറപ്പിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 15-ാം വാക്യം വായിച്ച്. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ. ഏതാ വിട്ടുപോകുന്ന? ഏതാ? ഈജിപ്ത്, അടിമത്തം. അവര് പണ്ട് ഏതൊക്കെ ദൈവത്തിൽ നിന്ന് അകന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നോ അത് ഓർത്തോണ്ടിരിക്കുകയാണെങ്കിൽ, ഹലോ, ഏതാ? പഴയ അതൊക്കെ ഒരു കാലം. ഹല്ലേലൂയ. അതാണോ? അതൊക്കെ ഒരു തകർച്ചയുടെ കാലം. ഹല്ലേലൂയ പറഞ്ഞേ. അതൊക്കെ ഒരു നാശത്തിന്റെ കാലം. ചിലത് അതാ ഓർത്തിരിക്കുന്നത്, പഴയ കാര്യങ്ങൾ, ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പുള്ള ജഡികമായ കാര്യങ്ങൾ. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അർത്ഥം എന്താ? നിങ്ങൾ പഴയ കാര്യങ്ങൾ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതിൽ സന്തോഷം കണ്ടെത്താൻ നോക്കുന്നെങ്കിൽ, നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യും? മടങ്ങി. ഹലോ, ദൈവരാജ്യത്തിന് ഹിതകരമല്ലാത്ത, ദൈവരാജ്യത്തിന് ഇഷ്ടപ്രകാരമല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ സ്മരണയിൽ പലപ്പോഴും പൊങ്ങി വരുന്നെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുക. മടങ്ങി പോകാനുള്ള ഒരു ക്ഷണമാണത്. അതിനെ അപ്പം തന്നെ യേശുവിന്റെ നാമത്തിൽ മുറിക്കുക. ഹല്ലേലൂയ. 16-ാം വാക്യം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരിക്കുന്നു. പക്ഷെ പഴയതല്ല നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ കാംക്ഷിക്കേണ്ടത് ഏതാ? വരാൻ പോകുന്നത്. ഹല്ലേലൂയ. പുതിയ നഗരത്തെ. ഹല്ലേലൂയ. പഴയത് ഓർത്തുകൊണ്ടിരിക്കുന്നവരൊക്കെ വിട പറഞ്ഞു, ടാറ്റ പറഞ്ഞു, എന്നേക്കുമായി ക്ലോസ് പറഞ്ഞു. 2 കരവരുത്തി എന്ന് പറഞ്ഞ് ക്ലോസ് പറഞ്ഞു. ക്ലോസ്. പഴയതല്ല, ക്ലോസ്. പുതിയതിലേക്ക്. 16 വെച്ച്. അവരും അധികം നല്ലതിനെ ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അങ്ങനെയുള്ളവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ദൈവത്തിന് ലജ്ജയില്ല. പഴയത് ഓർത്തുകൊണ്ടിരിക്കുന്നവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ പോലും ദൈവത്തിന് ലജ്ജയാണ്. പറയല്ല, നീ എന്റെ മോളാന്ന് പറയാൻ എനിക്ക് എന്ത് തോന്നുന്നു? ലജ്ജ തോന്നുന്നു. ഹലോ, രണ്ടും കൂടെ നടക്കൂല കേട്ടോ. പഴയതും പുതിയതും കൂടെ നടക്കുകയല്ല. ദൈവത്തിന് തന്നെ അത് ലജ്ജയാണ്. ഹല്ലേലൂയ. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. തന്റെ മക്കൾക്കായി അവനൊരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. പഴയ നിയമ വിശുദ്ധന്റെ കാര്യം. അവരെ 13-14. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമൊന്നുമില്ല. ദൈവം നമുക്ക് പാർക്കാൻ വീട് തരാം. അത് ചിലപ്പം 2500 സ്ക്വയർ ഫീറ്റ് ആയിരിക്കാം, ചിലപ്പോ 350 സ്ക്വയർ ഫീറ്റ് ആയിരിക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. 350 ചിലപ്പോ 1500 എത്തിയിലായിരിക്കാം, 2500 എത്തിയിലായിരിക്കാം. പക്ഷെ ഇതൊന്നും നിലനിൽക്കുന്നതല്ല. സ്വന്തം വീട് സ്വപ്നം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ സ്വർഗത്തിലെ വീട് സ്വപ്നം കാണാൻ തുടങ്ങുക, ഇവിടെ നിങ്ങൾക്ക് വീട് കിട്ടിക്കോ. കൈയടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ. അടുത്തത് വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. നിലനിൽക്കുന്ന നഗരമാണ് നമ്മൾ അന്വേഷിക്കുന്നത്, നിലനിൽക്കാത്തതല്ല. ഹല്ലേലൂയ. വെളിപാട് 21-11.
ആ നഗരത്തിന്റെ ജ്യോതിസ് 21:11. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രക്തത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. ക്ലിയർ ആസ് ക്രിസ്റ്റൽ 21:16. നഗരം സമചതുരമായി കിടക്കുന്നു. ആ നഗരം എങ്ങനെയാ കിടക്കുന്നത്? സമചതുരം എന്ന് പറഞ്ഞ എങ്ങനെയാ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന നഗരം എങ്ങനെയാ? നീളവും വീതിയും ഉയരവും. നീളവും വീതിയും മാത്രമല്ല, ഉയരവും എങ്ങനെയാ? ഒരുപോലെ. സ്വർഗത്തിൽ നിന്ന് വരുന്ന നഗരം സമചതുരമായി കിടക്കുന്നു. അടുത്ത് അതിന്റെ വീതിയും നീളവും സമം. അടുത്തത് അളവ് കോൽ കൊണ്ട് അവൻ ആ നഗരത്തിന്റെ നീളവും വീതിയും ഒക്കെ അളക്കുകയാണ്. അളന്നു. ആ 1200 നാഴിക കണ്ടു. അതിന്റെ ഒരു വശം 1200 നാഴിക എന്ന് കണ്ടു. എന്ന് പറഞ്ഞാൽ 2414 കിലോമീറ്റർ നീളം. സ്വർഗത്തിൽ നിറങ്ങി വന്നിരിക്കുന്ന പുതിയ ജെറുസലേം പുതിയ ഭൂമിയിലേക്ക് വന്നത് ഇറങ്ങി നിൽക്കുമ്പോൾ അതിന്റെ നീളമാ പറഞ്ഞത് 2414 കിലോമീറ്റർ. എവിടം തൊട്ട് എവിടം വരെ ഉണ്ടാകും? കൃത്യം ഞാൻ നോക്കിയപ്പോൾ കോഴിക്കോട് നിന്ന് ഡൽഹി വരെ നീളം. ഒരു കല്ലേലി പറഞ്ഞു, ഒരു കല്ലേലി ഇങ്ങനെ പറഞ്ഞു. വെളിപാട് 21:17 വായിച്ച്. വെളിപാട് 21:17. അതിന്റെ മതിലളന്നു. മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന്. ഈ നഗരത്തിന് ചുറ്റും എന്തുണ്ട്? മതിലുണ്ട്. ഹലോ, നഗരത്തിന് ചുറ്റും എന്തുണ്ട്? മതില് വെച്ചിട്ടുണ്ട്. ഈ മതിലിന്റെ ഉയരമളന്നു. എത്രയാ? 144 മുഴം. ഏതാണ്ട് 1 കിലോമീറ്ററിന് ചെറിയപ്പുറം. ഇവിടുന്ന് നിങ്ങൾ ഇങ്ങനെ അങ്ങ് പോകുമ്പോ നമ്മുടെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് താഴെ വരെ. ഏതിന്റെ നീളമാ? മതില് കേട്ടോ. കല്ലിലി പറഞ്ഞ് നിങ്ങൾ പാർക്കുന്ന ഉന്നതത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന്റെ മതില് 1 കിലോമീറ്റർ ഉയരമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 18 വാക്യം വായിച്ചേ. മതിലും പണിതിരിക്കുന്ന എന്തുകൊണ്ടാ? യോഹന്നാൻ കാണുന്ന കാഴ്ചയാ കേട്ടോ. എന്റെ യോഹന്നാനെ, നിനക്ക് കണ്ടു തെറ്റിയോ? അത് അതിലും മീതയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മതിലിന്റെ പണി സൂര്യകാന്തവും. മതില് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോ പുള്ളിക്കിതേ കാണാനുള്ളൂ. സ്വച്ഛ സ്ഫടികം പോലെ, തങ്കം പോലെ. ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തത് അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മതിലിന്റെ അടിസ്ഥാനം, അടിഭാഗം. മതിലിന്റെ എവിടെയാ? അടിഭാഗം. എന്തുകൊണ്ടാ? സകല രത്നം മൊത്തം മിന്നിക്കൊണ്ടിരിക്കുക. പുള്ളി എണ്ണി നോക്കി, ഒരു രക്ഷയില്ല. എന്നാ പിന്നെ മൊത്തത്തിൽ പറഞ്ഞേക്കാം. സകല രത്നങ്ങൾ കൊണ്ട്. ഏതാ? മതില കേട്ടോ. നമ്മുടെ മതിലോ? സെക്കൻഡ് ഹാൻഡ് കല്ലിറക്കിയതല്ലേ? ഏതാ? രക്തമാണോ? അല്ല. സ്വച്ഛ സ്ഫടികം വല്ലാണോ? അല്ല. പഴയ വീടിന്റെ പൊളിച്ചപ്പോ അതിനകത്ത് കിട്ടിയ കല്ലെല്ലാം കൂടി എടുത്തോണ്ട് വന്നാലേ അടിക്കുക. എല്ലാം സഹിച്ചു വന്നേ മതിൽ വേണ്ടിട്ട് ഒരു കല്ലിനെ പറഞ്ഞേ. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രക്തവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം. അതിന്റെ തൊട്ടുമുകൾ രണ്ടാമത്തേത് നീലരത്നം കൊണ്ട്. മൂന്നാമത്തത് മാണിക്യം. നാലാമത്തത് മരതകം. അഞ്ചാമത്തത് നഗവർണി. ആറാമത്തത് ചുവപ്പ് കല്ല്. ഏഴാമത്തത് പീതരത്നം. എട്ടാമത്തത് ഗോമേതകം. ഒമ്പതാമത്തത് പുഷ്യരാഗം. പത്താമത്തത് വൈഡൂര്യം. 11ാമത്തത് പത്മരാഗം. 12ാമത്തത് സുഗന്ധി രത്നം. ഇതിനെല്ലാം വലിയ ആത്മീയ അർത്ഥങ്ങളും ഉണ്ട് കേട്ടോ.
12 അപ്പസ്തോലന്മാർ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്ന് കർത്താവിനെ സ്തുതിക്കുക. റേഫേ നീക ദാഫ നെക നെക ദേഖ ദേഖ നാശാ തീനാ റാദാ. പതുക്കെ ആത്മാവ് നിങ്ങളെ ഇതിന്റെ എല്ലാ മാടകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. 11-ാമത്തത് പത്മരാഗം, 12-ാമത്തത് സുഗന്ധി രത്നം. പക്ഷെ ഒരു കുഴപ്പമുണ്ടാവണം. എന്നാന്നറിയാമോ? ഇങ്ങനെയൊക്കെയായി ഈ ആലയം ഇരിക്കുന്ന ഭവന ഇരിക്കുന്നത് തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ വെളിപാട് 21-ന്റെ 22, 23. വെളിപാട് 21-ന്റെ 22, 23. 21 വായിക്കാം. മന്ദിരം അതിൽ കണ്ടില്ല. മന്ദിരം കന്യക. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. ഇത്രയും നേരം ഈ ഇറങ്ങി വന്നതിനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് ദൈവവും കുഞ്ഞാടും വന്നപ്പോൾ മതിലും കാണാനില്ല, ദേവാലയവും ഇല്ല, ഗോപുരവും ഇല്ല, ഇതൊന്നുമില്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അതൊക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ മുഴുവൻ നിഷ്ക്രിയമാക്കുന്ന വിധത്തിലുള്ള വലിയൊരു തിളക്കം അവിടെ ഇറങ്ങി വന്നു. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം ഇവിടെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സൂര്യൻ കത്തി ജ്വലിച്ചുയർന്നു പൊങ്ങിയതാ. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടം കാണാനുണ്ടോ? അതൊന്നുമില്ലാതെ ആയിപ്പോയി. കാര്യം വന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ചു തീർന്നോ? ഹല്ലേലൂയ. ഓർത്തു നോക്കിയേ. കർത്താവും കുഞ്ഞാടും അല്ലേ? കർത്താവും കുഞ്ഞാടും വന്നു കഴിഞ്ഞപ്പോ ബാക്കി ഒന്നും പിന്നെ പ്രസക്തമല്ല. എന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുന്നതുപോലെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, യേശു വെളിപ്പെടുന്നതുപോലെ നിന്നിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി ഒന്നിനും പിന്നെ പ്രസക്തിയില്ല. മുഖത്തെ കാല പിന്നെ ഒരു പ്രസക്തിയല്ല. പിന്നെ 800 സ്ക്വയർ ഫീറ്റ് ഒരു പ്രശ്നമല്ല. 2414 കിലോമീറ്റർ നീളമുള്ളതും ഒരു പ്രശ്നമല്ല. അറിഞ്ഞോണം, ഇവിടെ ജീവജലമുണ്ട്. 22:1 വെളിപാട് 22:1. ഈ നഗരത്തിൽ ജീവജലമുണ്ട്. ജീവജലം ഒഴുകുന്നിടത്ത് ജീവവൃക്ഷമുണ്ട്. 22:1 വെളിപാട് 22:1. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി അവൻ എന്നെ കാണിച്ചു. A pure river of water of life. Pure river. ഒരു കളങ്കവുമില്ലാത്തത്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, 9ാം ക്ലാസ്സിൽ പരിശുദ്ധാത്മാവ് ഗ്രേസിനെ എടുത്തുകൊണ്ട് ഇവിടെ കാണിക്കുന്ന സമയത്ത് അവിടെ ജീവജല നദി കണ്ടു. അന്ന് ഈ വെളിപ്പാട് വായിച്ചിട്ട് പോലും കേട്ടിട്ടില്ല, ഞാനും വായിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്റെ ആളുകളിലേക്ക് ഇറങ്ങിയിട്ടില്ല. പറയാണ് അവിടുത്തെ ജീവജല നദി ഇവിടത്തെ വെള്ളം പോലെയല്ല. ഹല്ലേലൂയ. പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. ക്രിസ്റ്റലായിട്ടുള്ള ജീവജല നദി. അടുത്ത 2ാം വാക്യം. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. നദിക്ക് അക്കരെയും ഇക്കരെയും എന്തുണ്ട്? ജീവവൃക്ഷമുണ്ട്. ഏദനിൽ കണ്ട ജീവവൃക്ഷം. ഹല്ലേലൂയ. ഈ നഗരത്തിൽ ജീവവൃക്ഷമുണ്ട്. ഈ ജീവവൃക്ഷത്തിൽ നിന്ന് ഫലം കഴിക്കുവാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഏദനിൽ നഷ്ടപ്പെട്ട ഫലം
Praise the Lord. ചെടികനത് സ്വന്തമാക്കാൻ പറ്റില്ല, ഭാവിക്കത് സ്വന്തമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദാമിനെ പോലെ ഒരുവൻ തിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പാപത്തിന് സദൃശ്യമായ ശരീരത്തോടുകൂടെ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി. ആ ഒരുവനെ നീ വിശ്വസിക്കുമ്പോൾ, ആ രക്ഷകനെ നീ സ്വന്തമാക്കുമ്പോൾ, ജീവവൃക്ഷത്തിലെ ഫലം കഴിപ്പാൻ സ്വർഗത്തിന്റെ കൃപ നിനക്ക് ലഭിക്കുകയാണ്. മക്കനെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം. ഓരോ ജീവവൃക്ഷത്തിലും എത്ര വിധമാ? 12 തരത്തിലുള്ളതാണ്. ഹല്ലേലൂയ പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ, ഒരു ജീവവൃക്ഷത്തിൽ 12 വിധം. യേശു ശിഷ്യന്മാരെ എന്തുകൊണ്ടാ തെരഞ്ഞെടുത്തത്? 12 അപ്പസ്തോലന്മാരെ എന്തിനാ 12 തെരഞ്ഞെടുത്തത്? ജീവൻ കൊടുക്കുന്ന ജീവവൃക്ഷമാക്കി അവരെ അയക്കുകയായിരുന്നു. നീ ഫലം തിന്നാൻ മാത്രമല്ല, ഫലം കൊടുക്കുവാനുള്ളവനുമാണ്. Praise the Lord. അതിനെ നിന്റെ അങ്കി കഴുകിയേ പറ്റുകയുള്ളൂ. അതിന് നീ വേർതിരിക്കപ്പെട്ടേ പറ്റുകയുള്ളൂ. വേർതിരിക്കപ്പെടാതെ ഈ ഫലം കൊടുക്കുന്ന പരിപാടി നടപ്പുള്ളതല്ല. അത് കാറ്റൊലിവിന്റെ ഫലമായിരിക്കും, അത് വിഷഫലമായിരിക്കും. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം നീ കൊടുക്കേണ്ടിയിരിക്കുന്നു. 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുത്തോണ്ടിരിക്കുന്നു. ഓരോ മാസം കഴിയുമ്പോൾ, സീസൺ കഴിയുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, സീസൺ കഴിയുമ്പോൾ അടുത്ത ഫലം ഒരു വൃക്ഷത്തെ തന്നെ. നമ്മളിവിടെ കാണുന്ന ചക്കയാണെങ്കിൽ ചക്കയല്ലാതെ പിന്നെ മാങ്ങയുണ്ടാകുമോ, തേങ്ങയുണ്ടാകും. ഹല്ലേലൂയ പറഞ്ഞു, അത് തേങ്ങാ മരത്തേലും മാങ്ങാ മരത്തേലും മാവേലിലും ഉണ്ടാവുള്ളൂ. ഇത് ഒരൊറ്റ വൃക്ഷത്തിൽ തന്നെ ഓരോ മാസവും വ്യത്യസ്ത ഫ്രൂട്ടുകൾ. ഹല്ലേലൂയ പറഞ്ഞു, അതും ഗ്രേസ് പോയപ്പോ കണ്ടായിരുന്നു. വ്യത്യസ്ത ഫ്രൂട്ടുകൾ. ആ ഫ്രൂട്ട് പറഞ്ഞത് ഈ ഭൂമിയിലെങ്ങും അതുപോലെ ഒരു ഫ്രൂട്ട് കണ്ടിട്ടില്ല. അതിന്റെ സ്മെല്ല് മതി ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന. ഈ വൃക്ഷത്തിന്റെ പഴം തിന്നാൻ കീറൊന്നും വേണ്ട, നമ്മൾ ആഗ്രഹിച്ച് നോക്കിയാൽ മതി. വൃക്ഷത്തിന്റെ ശാഖ കുനിഞ്ഞ് നമ്മുടെ കയ്യിൽ കൈയടിച്ച് കെട്ടാൻ നന്ദി പറഞ്ഞു. 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തി ഉതകുന്നു. ഏതാ? ഈ നഗരത്തിനു പുറത്തുള്ളവർക്ക്. ന്യൂ ജെറുസലേമിന് അകത്തുള്ള കാര്യമായി പറയുന്നത്. വെളിപാട് 2:9 നമ്മൾ കണ്ടു, തോട്ടത്തിന്റെ നടുവിൽ. എല്ലാരും പറഞ്ഞേ, തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷം. മീനിങ്ങുകളുണ്ട് പ്രിയപ്പെട്ടവർ. ഏതാണ് ഈ തോട്ടത്തിന്റെ നടുവിൽ? എസെക്കിയേലിന്റെ പുസ്തകം 38:11. POC-യുടെ എസെക്കിയേലിന്റെ പുസ്തകം 38-11 തിരുവചനം. നീ പറയും, കോട്ടകളില്ലാത്ത ഗ്രാമങ്ങൾക്കെതിരെ ഞാൻ ചെല്ലും. മതിലുകളോ വാതിലുകളോ ഓടാമ്പലുകളോ ഇല്ലാതെ തന്നെ സുരക്ഷിതരായി സമാധാനത്തിൽ കഴിയുന്ന ജനത്തിനെതിരെ ഞാൻ ചെല്ലും. വസ്തുക്കൾ കൊള്ള ചെയ്തു കൊണ്ടുപോകാനും വിവിധ ജനതകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട് ഭൂമിയുടെ മധ്യത്തിൽ കന്നുകാലികളും വസ്തുവകകളുമായി താമസിക്കുന്നവരുടെയും ഒരിക്കൽ ഭൂമിയുടെ എവിടെ മധ്യത്തിൽ വസിക്കുന്ന ഒരു ജനത്തിന്റെ നേരെ. ഹല്ലേലൂയ പറഞ്ഞേ, എവിടെയാ അവര് വസിക്കുന്നത്? ഭൂമിയുടെ മധ്യത്തിൽ. ഹല്ലേലൂയ പറഞ്ഞേ. ആത്മീയാർത്ഥം, നിങ്ങളാണ് ഭൂമിയുടെ മധ്യം. ഹല്ലേലൂയ. ഇസ്രായേൽ, ജെറുസലേം ഭൂമിയുടെ മധ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എസെക്കിയേൽ 38:11.
ഇസ്രായേലിനെതിരെ വരുന്നതാണ്. സ്വസ്ഥതയോടെ പാർക്കുന്നവർ, ഭൂമിയുടെ മധ്യത്തിൽ വസിക്കുന്നവർ. ഹല്ലേലൂയ. ശാസ്ത്രീയമായും അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂമിയുടെ സെന്ററിൽ ഇരിക്കുന്ന ഏരിയ അതാണ്. അവിടെയാണ് പുതിയ ജെറുസലേം ഇറങ്ങി വരുന്നത്. പറഞ്ഞോ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 11:12. യെശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. ജനതകൾക്ക് അവിടുന്ന് ഒരു അടയാളം നൽകും. ജനതകൾക്ക് അവിടുന്ന് ഒരു അടയാളം നൽകും. ഇസ്രായേലിൽ നിന്ന് ഭ്രഷ്ടരായവരെയും യൂദായിൽ നിന്ന് ചിതറിപ്പോയവരെയും അവിടുന്ന് ഭൂമിയുടെ 4 കോണുകളിലെ നിന്ന് ഒരുമിച്ച് കൂട്ടും. ഭൂമിയുടെ 4 കോണുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും. ഒരുമിച്ച് കൂട്ടും. എല്ലാരും പറഞ്ഞേ, ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്ന്. ഈ 4 ദിക്കുകളിൽ നിന്നും എങ്ങോട്ട് ഒരുമിച്ച് കൂട്ടും? നടുവിലേക്ക്, സെന്ററിലേക്ക്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, പുതിയ ജെറുസലേം ഇറങ്ങി വരുമ്പോൾ, തേജസ്സുള്ള ജെറുസലേം വരുമ്പോൾ, അത് ഭൂമിയുടെ സെന്ററിലാണ് വരുന്നത്. അവിടെ ഒരു നിരപ്പ് പ്രാപിക്കും, അവിടെ ശുദ്ധീകരിക്കപ്പെടും. അതൊരു പുതിയ ഭൂമിയായിരിക്കും, പുതിയ പ്രതലമായിരിക്കും. ഇപ്പോഴുള്ള പോലെ ആയിരിക്കില്ല അതിന്റെ ഘടന. അതെല്ലാം നിരത്തപ്പെടും. ശാപങ്ങളില്ലാത്ത, ഹല്ലേലൂയ, അശുദ്ധികളില്ലാത്ത, ഹല്ലേലൂയ, ഈ ആലയത്തിൽ ഇറങ്ങി വരാൻ പ്രാപ്തിയുള്ള ഒരു പുതുഭൂമി അവിടെ വെളിപ്പെടും. അതിന്റെ സെന്ററിൽ ജീവവൃക്ഷം ഉണ്ടാകും. ഹല്ലേലൂയ. ഈ ഭൂമിയുടെ സെന്ററിൽ ജീവന്റെ വൃക്ഷമുണ്ടാകും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു വന്നിരിക്കുന്നു. പദ്ധതി എത്ര വലുതായിരുന്നു. ഏതനിൽ അതിന്റെ മധ്യത്തിൽ ജീവവൃക്ഷം വെച്ചു. അത് കഴിക്കാൻ പറ്റാതെ പോയത് പാപമായിരുന്നെങ്കിൽ, പാപത്തെ ജയിച്ചുകൊണ്ട് ഒരുവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ, അവനാൽ ജനിക്കപ്പെട്ടവർ, അവന്റെ പൈതങ്ങളായി മാറ്റപ്പെട്ടവർ, അവർ പുതു സൃഷ്ടിപ്പാണ്. അവർ ലോകത്തിൻ്റെതല്ല, അവർ ലോകത്തിൻ്റെതല്ല. അവർ ഉന്നതത്തിൽ നിന്നുള്ളവരാണ്, അവർ ഉന്നതത്തിൽ നിന്ന് വന്നവരാണ്. ഉന്നതത്തിൽ നിന്ന് വന്നവരാണ്. ജീവവൃക്ഷം ഇന്ന് നിന്നിലിരിക്കുന്നു, യാഗത്തിരിക്കുന്നു. പൈതലേ, നിന്നിലിരുന്നു കൊണ്ട് ഇന്ന് ഫലം കൊടുക്കുക എന്നുള്ളതാണ് അവന്റെ പദ്ധതി. മറ്റൊരു ഫലവും കൊടുക്കേണ്ടവനല്ല. നീ വേഷത്തിന്റെ ഫലം കൊടുക്കേണ്ടവനല്ല. നീ കയ്പിന്റെ ഫലം കൊടുക്കേണ്ടവനല്ല. നിന്നെ വെറുക്കുന്നവനെ നീ അനുഗ്രഹിക്കുക, നിന്നെ ശപിക്കുന്നവനെ നീ അനുഗ്രഹിക്കുക, നിന്നെ ദ്രോഹിക്കുന്നവന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഇവന്റെ ഫലം കൊടുപ്പി. പിതാവേ, സ്വർഗീയ അപ്പച്ച, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവന്റെ വൃക്ഷത്തെ അനുഭവിക്കട്ടെ, ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുവാനെന്ന് വരട്ടെ. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, മറ്റൊന്നിലുമല്ല ഞങ്ങളുടെ ഓർമ്മ, ഞങ്ങളുടെ ശ്രദ്ധ, ഞങ്ങളുടെ ചിന്ത കടന്നുപോയതിനല്ല, വരുവാനുള്ളത് ദൈവത്തിന്റെ വചനത്തിലേക്ക് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ, ശ്രദ്ധ കടന്നു വരട്ടെ, ഞങ്ങളുടെ ചിന്ത കടന്നു വരട്ടെ. പുതിയ ഭവനത്തെ കുറിച്ച് പ്രത്യാശയുള്ളവരാകുവാൻ, പുതിയ രാജ്യത്തെ കുറിച്ച് പ്രത്യാശയുള്ളവരാകുവാൻ, സ്വർഗത്തിൽ നിറങ്ങുന്ന ഭവനത്തെ കുറിച്ച് ചിന്തിപ്പാൻ എനിക്ക് ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ വേർതിരിക്കുകയാണ്.